Hello everyone. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്സ് ആണ്. PMMC ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ MC ഇൻസ്ട്രുമെന്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് എന്ന് സിമ്പിൾ ആയിട്ട് പറയാം. അപ്പോൾ നമുക്ക് അതിന്റെ ഒരു റിവ്യൂ നോക്കുന്നതാണെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൺസ്ട്രക്ഷൻ, ടോർക്ക് ഇക്വേഷൻ, പിന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, കൺസ്ട്രക്ഷനിൽ അതിൽ ടോർക്ക് 3 ടൈപ്പ് ഓഫ് ടോർക്ക് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, കൺട്രോളിംഗ് ടോർക്ക്, അതേപോലെ ഡാമ്പിംഗ് ടോർക്ക്, ഇത് മൂന്നും എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ ടോർക്ക് ഇക്വേഷൻ എന്തായിരുന്നു? TD പ്രൊപ്പോർഷണൽ ടു കറണ്ട്, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണ്. അതേപോലെ കൺട്രോളിംഗ് ടോർക്ക് TC നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പ്രിംഗ് കൺട്രോൾ ആണ്. സോ TC പ്രൊപ്പോർഷണൽ ടു തീറ്റ ആണ് വരുന്നത്, ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ. അപ്പോൾ ഫൈനലി നമുക്ക് എന്ത് എഴുതാം? TD ഈക്വൽ ടു TC എന്ന് എഴുതാം. സോ വിൽ ഗെറ്റ് തീറ്റ പ്രൊപ്പോർഷണൽ ടു I. The deflection of the pointer proportional to the current passing through the instrument. So the scale will be uniform. അതുപോലെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു. DC-യിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഏറ്റവും ആക്യുറേറ്റ് ആയ ഇൻസ്ട്രുമെന്റ് തുടങ്ങി ക്യാരക്ടറിസ്റ്റിക്സും പഠിച്ചു. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ഇൻസ്ട്രുമെന്റിലേക്ക് വരാം. അടുത്ത ഇൻസ്ട്രുമെന്റ് പറയുന്നത് മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ് ആണ്. മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ MI ഇൻസ്ട്രുമെന്റ് എന്ന് പറയും. അത് 2 ടൈപ്പാണുള്ളത്, അട്രാക്ഷൻ ടൈപ്പും റിപ്പൾഷൻ ടൈപ്പും. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ പേര് വന്നിട്ടുണ്ടാവുക? ഒന്നിൽ അട്രാക്ഷൻ ആണ് അതിൻ്റെ മൂവ്മെന്റ് ഓഫ് സിസ്റ്റത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റിൽ റിപ്പൾഷൻ ആണ് അതിൻ്റെ സിസ്റ്റം ഓഫ് മൂവ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, പോയിന്ററിന്റെ മൂവ്മെന്റിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം അട്രാക്ഷൻ ടൈപ്പ് കൺസിഡർ ചെയ്യാം. ഏത് ഇൻസ്ട്രുമെന്റ് ആയാലും നമ്മൾ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് പറഞ്ഞു 3 ടൈപ്പ് ഓഫ് ടോർക്ക് പ്രൊഡക്ഷനാണ് നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം ഇതിന്റെ സ്ട്രക്ചർ ശ്രദ്ധിക്കുക. ഈ പേര് മൂവിംഗ് അയൺ എന്നുള്ള പേര് വരാൻ കാരണം നമ്മൾ പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിലിന്റെ കേസിൽ എന്തായിരുന്നു, ഒരു പെർമനന്റ് മാഗ്നറ്റ് ഉണ്ട്, അത് എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ പെർമനന്റ് മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡിലാണ് എന്ത് പ്ലേസ് ചെയ്തിട്ടുള്ളത്? ഒരു കോയിൽ, മൂവിംഗ് കോയിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. എ കോയിൽ വിച്ച് വിൽ ക്യാരി ദ കറണ്ട്. മെഷർ ചെയ്യേണ്ട കറണ്ട് ഈ കോയിലിലൂടെയാണ് പാസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെൻ കറണ്ട് ഈസ് പാസിംഗ് ത്രൂ ദ കോയിൽ ഇറ്റ് വിൽ ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ദി പെർമനന്റ് മാഗ്നറ്റ്. എന്നിട്ട് എന്ത് ചെയ്യും? ആ കോയിൽ മൂവ് ചെയ്യും. ഈ കോയിലാണ് എന്ത് കണക്ട് ചെയ്തിട്ടുള്ളത്? കോയിൽ ഒരു സ്പിൻഡിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്പിൻഡിലാണ് എന്ത് കണക്ട് ചെയ്തിട്ടുള്ളത്? പോയിന്റർ കണക്ട് ചെയ്തിട്ടുള്ളത്. സോ ദ പോയിന്റർ വിൽ മൂവ്. സോ അതുകൊണ്ടാണ് അതിന് പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ എന്ന് പറഞ്ഞത്. പെർമനന്റ് മാഗ്നറ്റും ഉണ്ട്, മൂവിംഗ് കോയിലും ഉണ്ട്. ഇനി അടുത്തതാണ് മൂവിംഗ് അയൺ എന്ന് പറഞ്ഞത്. ഇവിടെ മൂവിംഗ് അയൺ. അപ്പോൾ ഇവിടെ എന്താ ഉള്ളത്? ദർ ഇസ് എ കോയിൽ. ഈ കോയിലാണ് എന്ത് ക്യാരി ചെയ്യുക? കറണ്ട് ക്യാരി. ഈ കോയിലിന്റെ ഷേപ്പ് നിങ്ങൾക്ക് ഇതിപ്പോൾ ഇതിന്റെ ഒരു ഫ്രണ്ട് വ്യൂ ആണ് കണ്ടിട്ടുള്ളത്. ഇതിന്റെ ഷേപ്പ് എങ്ങനെയാണുള്ളത് ഞാൻ പറയാം. നിങ്ങൾ ഈ നമ്മുടെ സാധാരണ ഈ ടെലിഫോൺ കേബിൾസ്, അതായത് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് റോഡ് സൈഡിലൊക്കെ ട്രഞ്ച് ഡിഗേറ്റ് ഇടുമ്പോൾ അവിടെ കണ്ടിട്ടുണ്ട്. അത് റോൾ ചെയ്ത് വെക്കുന്ന ഒരു സർക്കുലർ ഷേപ്പിലുള്ള ഒരു സ്ട്രക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓക്കെ, മിഡിൽ ചെറിയ സർക്കിൾ ഉണ്ടാവും, അതിൻ്റെ ചുറ്റൊരു സർക്കിൾ ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുക? വൈൻഡ്. അതേപോലത്തെ ഒരു സ്ട്രക്ചറായത്. ഓക്കെ, വി ഹാവ് എ സർക്കിൾ. ഇതിൻ്റെ സൈഡ് വ്യൂ ആണ്. ഇവിടെ എന്ത് ചെയ്യുക? മിഡിലൊരു സർക്കിൾ ഉണ്ട്. നെക്സ്റ്റ് ഇവിടെ 2 പ്രൊജക്റ്റിംഗ് പാർട്ട് ഉണ്ടാവും 2 സൈഡിലും. ഇതിലാണ് എന്ത് ചെയ്യുക? ഇതിലാണ് വൈൻഡ് ചെയ്യുക, വൈൻഡിങ്സ് വൈൻഡ് ചെയ്യുക. ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇൻ ചെയ്യുന്ന കറണ്ട് ഈ കോയിൽ ക്യാരി ചെയ്യും. സോ ദാറ്റ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഈ കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിലാണ് എന്തുണ്ടാവുക? ഈ അയൺ പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ദ അയൺ വിൽ ബി അട്രാക്റ്റഡ് ടു ദി മാഗ്നറ്റിക് ഫീൽഡ്. ഈ കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിലേക്ക് എന്താവും? ഈ അയൺ അട്രാക്റ്റഡ് ആവും. ഈ മൂവിംഗ് അയണിലാണ് എന്ത് കണക്ട് ചെയ്തിട്ടുള്ളത്? നമ്മുടെ പോയിന്റർ കണക്ട് ചെയ്തിട്ടുള്ളത്. ഡിപ്പെൻഡിങ് ഓൺ ദി വാല്യൂ ഓഫ് കറണ്ട്, ഈ കോയിൽ ക്യാരി ചെയ്യുന്ന കറണ്ടിന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ മൂവിംഗ് അയൺ പീസിൽ ഉണ്ടാകുന്ന അട്രാക്ഷനും എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ആ കേസിൽ പോയിന്ററിന്റെ മൂവ്മെന്റും എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇതിന്റെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിസ്റ്റം. വി ഹാവ് എ കോയിൽ. The coil will carry the input current. It will produce the magnetic field. The moving iron will be attracted to the magnetic field depending on the value of input current. Okay.
ഇനി അടുത്ത് നമുക്ക് വരുന്നത് എന്താണ്? കൺട്രോളിംഗ് ടോർക്കാണ്. കൺട്രോളിംഗ് ടോർക്ക് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? ഈ സിസ്റ്റം നിങ്ങൾക്ക് കാണാം എന്ത് വെച്ചിട്ടാണ്? ഗ്രാവിറ്റി കൺട്രോൾ വെച്ചിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഗ്രാവിറ്റി കൺട്രോൾ ആണ്. ഗ്രാവിറ്റി കൺട്രോൾ ആകുമ്പോൾ എന്താ പ്രത്യേകത? അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഏതാണ്? ഡാമ്പിംഗ് ടോർക്കാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മൾ മുമ്പേ പഠിച്ചതാണ് 3 ടൈപ്പ് ഓഫ് ഡാമ്പിംഗ് ആണുള്ളത്. എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ്, അതേപോലെ എഡി കറന്റ് ഡാമ്പിംഗ്. ഈ പിക്ചർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക എന്താണ് ഇവിടെ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്തുണ്ട്? നമുക്കിവിടെ എയർ ഡാമ്പിംഗ് ചേംബർ ഉണ്ട്. ഈ പോയിന്റർ കണക്ട് ചെയ്തിട്ടുള്ള മൂവിങ് അയണിന് ഒരു കണക്ഷൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, ഡാമ്പിംഗ് ചേംബറിലേക്ക് പോകുന്നുണ്ട്. സോ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ദി ഡാമ്പിംഗ് ടോർക്ക്. നെക്സ്റ്റ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ പറഞ്ഞു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. ഞാൻ പറഞ്ഞു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഈ കറണ്ട് ഇവിടെ ഈ കോയിൽ ക്യാരി ചെയ്യുന്ന കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുക. ഡിപ്പെൻഡിങ് ഓൺ ദ മാഗ്നറ്റിക് ഫീൽഡ് ദ മൂവിങ് അയൺ വിൽ ബി അട്രാക്റ്റഡ് ടു ദി വൈൻഡിങ്. അപ്പോൾ ഇവിടെ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഇത് ക്യാരി ചെയ്യുന്ന കറണ്ടിന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതാണ് കൺട്രോളിംഗ് ടോർക്കിൽ എന്താണ്? കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയുന്നത് സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ. ഇവിടെ ഇത് ഇനീഷ്യൽ പോയിന്റ് ആണെങ്കിൽ ഇത് ഇവിടെ ഇങ്ങോട്ട് ഡിഫ്ലക്ട് ചെയ്യുമ്പോൾ ഈ രണ്ടെണ്ണം തമ്മിലുള്ള ഈ സെൻട്രൽ പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആംഗിൾ ആണ് എന്ത് വരിക? ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ. കൺട്രോളിംഗ് ടോർക്ക് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷന് പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റ് പോയിന്റിൽ നമുക്ക് എന്ത് എഴുതാം? TD equal to TC. So that we can write I square proportional to theta. കറണ്ടിന്റെ സ്ക്വയർ എന്തിനു പ്രൊപ്പോർഷണൽ? സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷന് പ്രൊപ്പോർഷണൽ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇത് സിമ്പിൾ ആയിട്ട് ഇതിന്റെ ഐഡിയ പറഞ്ഞതാണ്. ആക്ച്വൽ ടോർക്ക് ഇക്വേഷൻ ഇതല്ല, കുറച്ചുകൂടി അധികം ടേംസ് വരുന്ന ഒരു ഇക്വേഷൻ ആണ് നമുക്ക് ഡെറിവേഷനിലേക്ക് കിട്ടുക. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് കാര്യങ്ങൾ ഇത്രയും ഈ ഒരു ഇൻസ്ട്രുമെന്റിന്റെ കേസിൽ കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് I സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ്, കൺട്രോളിംഗ് ടോർക്ക് സൈൻ തീറ്റയ്ക്ക് പ്രൊപ്പോർഷണൽ ആണ്. ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റ് പൊസിഷനിൽ എന്താണ്? ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിംഗ് ടോർക്കും ഈക്വൽ ആണ്. സോ ദാറ്റ് വി ക്യാൻ റൈറ്റ് I സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ. ഇതിന്റെ ഫൈനൽ റിസൾട്ട് എന്താ? ഇതിന്റെ ഫൈനൽ റിസൾട്ട് വരുന്നത് എന്താ വെച്ചാൽ, ഇവിടെ I സ്ക്വയർ ആണ് പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ. ഫോർ സ്മോൾ വാല്യൂ ഓഫ് തീറ്റ നമുക്ക് എന്താ I സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു തീറ്റ എന്ന് അസ്യൂം ചെയ്യാം. എല്ലാ ആംഗിളിലും പറ്റില്ല. എങ്കിൽ കൂടി ഇവിടെ I സ്ക്വയർ ആയതുകൊണ്ട് തന്നെ ഈ സ്കെയിൽ എന്തായിരിക്കും? നോൺ യൂണിഫോം ആയിരിക്കും. നമ്മൾ PMMCന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്? തീറ്റ പ്രൊപ്പോർഷണൽ ടു I ആണ്, ഡിഫ്ലക്ഷൻ പ്രൊപ്പോർഷണൽ ടു I ആണ്. ഈ കേസിൽ എന്താണ് വരുന്നത്? സൈൻ തീറ്റ പ്രൊപ്പോർഷണൽ ടു I സ്ക്വയർ ആണ് വരുന്നത്. സോ ദ സ്കെയിൽ വിൽ ബി നോൺ യൂണിഫോം. എംസിന്റെ കേസിൽ എന്തായിരുന്നു? സ്കെയിൽ യൂണിഫോം ആയിരുന്നു, ലീനിയർ റിലേഷൻഷിപ്പ് ആയിരുന്നു. ഇവിടെ റിലേഷൻഷിപ്പ് നോൺ ലീനിയർ ആണ്, സ്കെയിൽ എന്താണ്? നോൺ യൂണിഫോം ആണ്. ഈ പോയിന്റ് പ്രത്യേകം ഓർത്ത് വെക്കുക. ഇതാണ് അട്രാക്ഷൻ ടൈപ്പ് MI ഇൻസ്ട്രുമെന്റ്. നെക്സ്റ്റ് വരുന്നതാണ് റിപ്പൾഷൻ ടൈപ്പ് MI ഇൻസ്ട്രുമെന്റ്. അപ്പൊ ഞാൻ പറഞ്ഞു അട്രാക്ഷൻ ടൈപ്പ് എന്നുള്ള നെയിം ഡിറൈവ് ചെയ്ത് വിടുന്നതാണ്. കോയിലിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തു, ഈ കോയിലിലേക്ക് എന്താവുക? ആ അയൺ പീസ് അട്രാക്ട് ആവുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇവിടെ എന്തായിരിക്കും? ഇവിടെ റിപ്പൾഷൻ ടൈപ്പ് MI ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഈ പോയിന്ററിന്റെ മൂവ്മെന്റിന് കാരണമാവുന്ന എന്താണ്? ഒരു റിപ്പൾസീവ് ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കോയിൽ സ്ട്രക്ചർ നോക്കാം. അപ്പൊ നേരത്തെ ആ സ്ട്രക്ചർ ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ, ഈ രീതിയിലാണ് വെച്ചിട്ടുള്ളത് അല്ലെ? ഇതിന്റെ അതായത് ഈ സ്ട്രക്ചറിന്റെ, ഈ സർക്കുലർ സ്ട്രക്ചറിന്റെ ആക്സിസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഹൊറിസോണ്ടൽ ആണ്. സർക്കുലർ സ്ട്രക്ചറിന്റെ ആക്സിസ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആണ്. ഒരു സിലിണ്ടറിക്കൽ സ്ട്രക്ചറിന്റെ, സർക്കുലർ അല്ല, സിലിണ്ടറിക്കൽ സ്ട്രക്ചറിന്റെ ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്? ഹൊറിസോണ്ടൽ ആണ്. അപ്പം ഈ റിപ്പൾഷൻ ടൈപ്പിന്റെ കേസിൽ എന്ത് വരും? ആ ആക്സിസ് എന്താണ്? വെർട്ടിക്കൽ ആണ്. ഓക്കെ, അതായത് വൈൻഡ് ആയിട്ട് ഉണ്ടാവുക എങ്ങനെയാണ്? ഈ ഗ്രൗണ്ടിന് പാരലൽ ആയിട്ടാണ് വൈൻഡ് ആയിട്ടുള്ളത്. അതിന്റെ ആക്സിസ് എന്താണ്? വെർട്ടിക്കൽ ആണ്. ഓക്കെ, അപ്പൊ ഈ റിപ്പൾഷന്റെ കേസിൽ നമ്മുടെ അട്രാക്ഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ 2 അയൺ പീസ് ഉണ്ടാവും. ഒന്ന് മൂവിങ് അയണും ഒന്ന് ഫിക്സഡ് അയണും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു കറണ്ട് പാസ് ചെയ്യുന്നു. നോട്ടീസ് വെച്ച് ഇവിടെ ഈ
സിലിണ്ടറിക്കൽ സ്ട്രക്ചറിൽ നമ്മളൊരു കറണ്ട് പാസ് ചെയ്യുന്നു. ഈ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇതൊരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഇന്റേണലിയും പ്രൊഡ്യൂസ് ചെയ്യും, എക്സ്റ്റേണലിയും പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇന്റേണലി പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈ രണ്ട് അയൺ പീസിനെയും ഒരേപോലെയാണ് മാഗ്നറ്റൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരേ പൊളാരിറ്റിയിലാണ് മാഗ്നറ്റൈസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഈ മൂവിങ് അയൺ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മളൊരു ഈ ഡയറക്ഷനിൽ കറണ്ട് പാസ് ചെയ്യുന്നു. ഈ മൂവിങ് അയൺ പീസ് മാഗ്നറ്റൈസ് ചെയ്യുന്നത് ടോപ്പിൽ നോർത്തും ബോട്ടത്തിൽ സൗത്തും ആണെങ്കിൽ ഈ ഫിക്സഡ് അയൺ പീസും എങ്ങനെയായിരിക്കും മാഗ്നറ്റൈസ് ചെയ്യുക? ടോപ്പിൽ നോർത്തും ബോട്ടം സൗത്തും ആയിരിക്കും. ഓക്കെ, സോ വി ഹാവ് എ മൂവിങ് അയൺ, വി ഹാവ് എ ഫിക്സഡ് അയൺ, ബോത്ത് വിൽ ബി മാഗ്നറ്റൈസ്ഡ് ഇൻ ദി സെയിം പൊളാരിറ്റി. ഇവിടെ എടുത്ത എക്സാമ്പിൾ ടോപ്പിൽ നോർത്ത് ബോട്ടം സൗത്ത്, ഇതും എന്താണ്? ടോപ്പ് നോർത്ത് ബോട്ടം സൗത്ത് പോള്. ഈ മൂവിങ് അയണിലാണ് ഈ സ്പിൻഡിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. ഈ സ്പിൻഡിലാണ് എന്ത് കണക്ട് ചെയ്തിട്ടുള്ളത്? സ്കെയില് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പൊളാരിറ്റി വരുന്നത് ഒരേ പൊളാരിറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം മാഗ്നറ്റിക് പോൾസിന്റെ കേസിൽ സെയിം പോൾസ് എന്താ ചെയ്യുക? റിപ്പൽ ചെയ്യുക. ക്ലിയർ ആണല്ലോ? സെയിം പോൾസ് വിൽ റിപ്പൽ. അപ്പോൾ ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്നു, ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ആവുന്നു. മൂവിങ് അയണും ഫിക്സഡ് അയണും ഒരേ പൊളാരിറ്റിയിൽ മാഗ്നറ്റൈസ് ചെയ്യുന്നു. ദിസ് ഫിക്സഡ് അയൺ വിൽ റിപ്പൽ ദി മൂവിങ് അയൺ. ഇത് ഫിക്സഡ് ആയതുകൊണ്ട് തന്നെ ഇത് മൂവ് ചെയ്യാൻ പറ്റില്ല. സോ മൂവിങ് അയൺ will move and the correspondingly the spindle will rotate and the pointer will rotate over the scale. ഇതാണ് ഇതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പം ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത് സ്പ്രിംഗ് കൺട്രോൾ ആണ്. നമ്മളിവിടെ ഈ ഇക്വേഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഞാൻ എന്താണ്? ഗ്രാവിറ്റി കൺട്രോൾ ആണ്. അതിൽ വേറെ മാറ്റമൊന്നും വരില്ല. ഇവിടെ ടി സി പ്രൊപ്പോർഷണൽ ടു തീറ്റ എന്നുള്ളൊരു ചേഞ്ച് മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇതിന്റെ ടോപ്പ് വ്യൂ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് ഈ മിഡിൽ കാണിച്ചിട്ടുള്ളത് ഇതിന്റെ സ്പിൻഡിലാണ്. ഇവിടെ എന്ത് കാണിച്ചിട്ടില്ല? ഇവിടെ ഡാമ്പിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിസ്റ്റം കാണിച്ചിട്ടില്ല. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഒരു എയർ ചേംബർ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്താണ്? എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് ആണ്. ഈ ടോപ്പിൽ ഈ സ്പിൻഡിൽ എന്തുണ്ട്? മൂവിങ് അയൺ ഉണ്ട്. ഈ സിലിണ്ടറിക്കൽ സ്ട്രക്ചറിനോട് കണക്ട് ചെയ്തിട്ട് എന്തുണ്ട്? ഫിക്സഡ് അയൺ ഉണ്ട്. ഇതിന്റെ ടോപ്പ് വ്യൂ ആണിത്. അതായത് ഡാമ്പിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് വെച്ചിട്ടാണ്. ഓക്കെ, ഇവിടെ സെയിം ഇക്വേഷൻ ആണ് നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ടി ഡി പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്തിന് പ്രൊപ്പോർഷനാണ്? ഐ സ്ക്വയർ പ്രൊപ്പോർഷനാണ്. അതേപോലെ നമ്മളിവിടെ ഗ്രാവിറ്റി കൺട്രോൾ എന്നുള്ള കോൺസെപ്റ്റിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ടി സി പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ. ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റ് പോയിന്റിൽ എന്താ? ടി ഡി പ്രൊപ്പോർഷണൽ ടു ടി ഡി ഈക്വൽ ടു ടി സി എഴുതാം. സോ ദാറ്റ് വി കൻ റൈറ്റ് ഐ സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ. ഇവിടെയും സെയിം കേസ് ആണ്. എന്താണ്? തീറ്റ പ്രൊപ്പോർഷണൽ ടു അല്ലെങ്കിൽ സൈൻ തീറ്റ പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആയതുകൊണ്ട് സ്കെയിൽ എന്തായിരിക്കും? നോൺ യൂണിഫോം ആയിരിക്കും. ഈ പോയിന്റ് ഓർത്ത് വെക്കണേ. റിലേഷൻഷിപ്പ് നോൺ ലീനിയർ ആണ്. സോ ദ സ്കെയിൽ വിൽ ബി നോൺ യൂണിഫോം. ഈ സ്കെയിൽ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിലും ക്രൗഡഡ് ആയിരിക്കും, എൻഡിങ്ങിലും ക്രൗഡഡ് ആയിരിക്കും. മിഡില് ഓരോ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, ഇനി അഥവാ സ്പ്രിംഗ് കൺട്രോളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എന്ത് വരും? ടി സി പ്രൊപ്പോർഷണൽ ടു തീറ്റ വരും. ഞാൻ ഇവിടെ സ്പ്രിംഗ് കൺട്രോളാണ് കാണിച്ചിട്ടുള്ളത്. എക്സ്പ്ലനേഷൻ ഗ്രാവിറ്റി കൺട്രോൾ ആണ്. അതിലൊറ്റ കാര്യം മനസ്സിലാക്കാനുള്ളൂ. എന്താണ്? ടി സി പ്രൊപ്പോർഷണൽ ടു തീറ്റ എന്നുള്ള ചേഞ്ച് ആണ് വരിക സ്പ്രിംഗ് കൺട്രോൾ ആകുമ്പോൾ. സോ ഇവിടെ എന്ത് വരും? തീറ്റ സൈൻ തീറ്റ വരും, തീറ്റ വരും, തീറ്റ പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ വരും. ആ കേസിലും എന്താണ്? സ്കെയിൽ നോൺ യൂണിഫോം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സ്, ഇതാണ് ഇതിന്റെ കൺസ്ട്രക്ഷനും ടോർക്ക് ഇക്വേഷൻ. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതല്ല ആക്ച്വൽ ഇക്വേഷൻ, ഇതിന്റെ കോൺസെപ്ച്വൽ ഇക്വേഷൻ മാത്രമാണ്. ആക്ച്വൽ ടോർക്ക് ഇക്വേഷൻ കുറച്ചുകൂടി ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഇത് ഞാൻ പറയാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കൺസിഡർ ചെയ്യാം. ഓക്കെ, അഡ്വാൻറ്റേജ് എന്താ? ക്യാൻ ബി യൂസ്ഡ് ഇൻ ബോത്ത് എ സി ആൻഡ് ഡി സി സപ്ലൈ. PMMC ഇൻസ്ട്രുമെന്റ് വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്തായിരുന്നു? അത് ഇവിടെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഡി സി സപ്ലൈയിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം MI ഇൻസ്ട്രുമെന്റ് എന്തിൽ യൂസ് ചെയ്യുക? AC യൂസ് ചെയ്യുക, DC യൂസ് ചെയ്യുക. എന്തുകൊണ്ടായിരിക്കും അത്? അതിനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പാണ്. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ഐ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ്. സോ ഐ സ്ക്വയറിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ല, സൈൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഡിഫ്ലക്റ്റിംഗ് ടോർക്കിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. വെദർ ഐ ഈസ് നെഗറ്റീവ് ഓർ പോസിറ്റീവ്, ടി ഡി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ. ഐ സ്ക്വയർ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ബോത്ത് AC and DC supply. നെക്സ്റ്റ് എന്താണ്? ഇറ്റ് ഈസ് ഫ്രീ ഫ്രം മെയിൻ്റനൻസ്.
ഞാൻ പറഞ്ഞിട്ട് PMMC കുറച്ചുകൂടി ഡെലിക്കേറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അതിൻ്റെ സ്പ്രിങ് അതുപോലെ മറ്റ് പാർട്സ് ഒക്കെ റെഗുലറായിട്ട് മെയിൻ്റെനൻസ് ചെയ്താൽ മാത്രമേ അതിന് പ്രോപ്പർ പെർഫോമൻസ് കിട്ടുള്ളൂ. അപ്പോൾ എം ഐക്ക് എന്ത് വേണ്ട, അത്രയും മെയിൻ്റെനൻസ് ആവശ്യമില്ല. നെക്സ്റ്റ് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക്. ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് I² പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് എൻ്റെ ടോർക്കിൻ്റെ വാല്യൂ എന്തായിരിക്കും, ഹൈ ആയിരിക്കും. ഗീവ്സ് റീസണബിൾ ആക്യുറസി. ഈ അഡ്വാൻറ്റേജ് ഇൻക്ലൂഡ് ചെയ്യാൻ എന്താ കാരണം വെച്ചാൽ PMMCൻ്റെ അത്ര ആക്യുറസി, ഹൈലി ആക്യുറേറ്റ് അല്ല, റീസണബിളി ആക്യുറേറ്റ് ആണ്. ഇതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം നമുക്ക്. അടുത്തതെന്ന് വെച്ചാൽ ഡിസഡ്വാൻറ്റേജ്. ആദ്യം പറഞ്ഞാണ് എന്താണ്, സ്കെയിൽ നോൺ യൂണിഫോം സ്കെയിൽ ആവാനുള്ള റീസൺ എന്താണ്, ഡിഫ്ലക്ഷനും ഇൻപുട്ട് കറണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, നോൺ ലീനിയർ ആണ്. സോ ദ സ്കെയിൽ വിൽ ബി നോൺ യൂണിഫോം എന്ന് പറഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിക്കണം, ഇനീഷ്യലും അതായത് സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും സ്കെയിൽ എന്തായിരിക്കും, ക്രൗഡഡ് ആയിരിക്കും, ഇൻ ബിറ്റ്വീൻ എപ്പാർട്ട് ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു സ്റ്റാർട്ടിങ് 0 to 10 എന്നുള്ള സ്കെയിലാണ്, അല്ലെങ്കിൽ 0 to 10 റേഞ്ചിലുള്ള ഒരു അമ്മീറ്റർ ആണെങ്കിൽ, 10 ആംപിയർ റേഞ്ചിലുള്ള അമ്മീറ്റർ ആണെങ്കിൽ അതിൽ MI ഇൻസ്ട്രുമെന്റിൽ സ്റ്റാർട്ടിങ്ങിലുള്ള 0യും 1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കില്ല, മിഡിൽ ഒരു 4 ആംപിയറും 5 ആംപിയറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടാവുക. സ്റ്റാർട്ടിങ്ങിൽ 0യും 1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്കെയിലിൽ കുറവായിരിക്കും. അതേസമയം 4, 5 അല്ലെങ്കിൽ 5ഉം 6ഉം 5 ആംപിയർ 6 ആംപിയർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും, വെരി ഹൈ ആയിരിക്കും. സോ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും MI ഇൻസ്ട്രുമെന്റ് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യുക അതിൻ്റെ ഒരു മീഡിയം റേഞ്ച് ആയിരിക്കും. അതായത് 0 to 10 ആംപിയർ ഒരു അമ്മീറ്റർ ഉണ്ടെങ്കിൽ ഒരു 8 ആംപിയർ വരെയുള്ള റീഡിംഗ് ആണ് ഒരു 4 ആംപിയർ മുതൽ അല്ലെങ്കിൽ ഒരു 3 ആംപിയർ മുതൽ ഒരു 8 ആംപിയർ വരെയുള്ള റേഞ്ചാണ് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് ഇതിനെ മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഇറ്റ് വിൽ കൺസ്യൂം ഹൈ പവർ അറ്റ് ലോ വോൾട്ടേജിൽ എന്ത് ചെയ്യും, ഹൈ പവർ കൺസ്യൂം ചെയ്യും. നെക്സ്റ്റ് ഇവിടെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, അയൺ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയൺ ഫ്രീക്വൻ്റ് ആയിട്ട് മാഗ്നറ്റൈസും ഡീമാഗ്നറ്റൈസും ആവുന്നതുകൊണ്ട് തന്നെ അതിലെന്ത് വരാൻ സാധ്യതയുണ്ട്, ഹിസ്റ്ററിസിസ് എറർ ഇൻട്രൊഡ്യൂസ് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. നെക്സ്റ്റ് നേരത്തെ കേസിൽ PMMCൻ്റെ കേസിൽ പെർമനന്റ് മാഗ്നറ്റ് ആയിരുന്നു, വെരി സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പോൾ അതിന് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവുമെങ്കിൽ കൂടി അത്ര കൂടുതലായിട്ട് അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, എഫക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം പെർമനന്റ് മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, വെരി സ്ട്രോങ് ആണ്. സോ എക്സ്റ്റേണലി വരുന്ന സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡിന് ഇന്റേണലി ഉള്ള മാഗ്നറ്റിക് ഫീൽഡിനെ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. സോ പക്ഷെ അത് PMMCൻ്റെ കേസിൽ. ഇനി MIൻ്റെ കേസിൽ എന്താണ്, ഇന്റേണലി ഇലക്ട്രോ മാഗ്നറ്റ് ആണ്, അത് അത്ര സ്ട്രോങ് അല്ല. സോ ഒരു പുറത്ത് എക്സ്റ്റേണലി ഉള്ള ഒരു സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യാൻ പറ്റും, എറർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നതാണ് ഫ്രീക്വൻസി എറർ. ഓക്കെ. AC സപ്ലൈ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എന്ത് വരാൻ സാധ്യതയുണ്ട്, ഫ്രീക്വൻസി എറർ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ. ഇത്രയുമാണ് നമുക്ക് മൂവിങ് അയൺ ഇൻസ്ട്രുമെൻ്റ് കേസിൽ പഠിക്കാനുള്ളത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഇനി പിന്നെ ഇത് വെച്ചിട്ട് PMMC MI വെച്ചിട്ട് വരുന്ന അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസും കൂടി സോൾവ് ചെയ്യണം. അത് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.